അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിൽ കിടക്കാം. ഇതൊരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റിയാണ്. അതും ഇന്ത്യയിലത്തെ ഒരു പ്രമുഖ 1 നമ്പർ കമ്പനിയിലാണ്. കമ്പനി ഏതാണ്, ഡീറ്റെയിൽസ് എല്ലാം ഇത് വഴിയെ പറയും. അപ്പോൾ ഇത് വീഡിയോ ഫുള്ളായി കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വേറെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ കൂടെ പറയാണ്ട്, അപ്പോഴാണ് ഇത് ഫുള്ള് മനസ്സിലാവുള്ളൂ എന്താണ് പരിപാടി, എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് എനിക്ക് ആദ്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വരുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ആൾക്കാർ ഫോർവേഡ് ചെയ്ത് വരുന്നത് ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന പാർട്ട് ടൈം ജോബ്സ് എന്ന് വരുന്ന എല്ലാ സാധനങ്ങളും 99% ഉടായ്പാണ്. ഉടായ്പ ഇൻ ദ സെൻസ് പറ്റിക്കൽസ് ആണ്. അവർ ജോയിനിങ്ങിന് ഇത്ര പൈസ, അത് കഴിഞ്ഞ് ആ പൈസ നമ്മളെ പറ്റിക്കാൻ വേണ്ടി വരുന്ന പരിപാടിയാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഈ ചാനലിൽ ഞാൻ 100-ലധികം വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതുവരെ ഒരു വർക്ക് ഫ്രം ഹോം ജോബ് ഇട്ടിട്ടില്ല. ഇത് ഞാൻ നോക്കി ടെസ്റ്റ് ചെയ്ത് ശേഷമാണ് ഇത് പറയുന്നത്. ഇനി ഇതിൻ്റെ കമ്പനിയുടെ പേരും ബാക്കി കാര്യങ്ങളും അത് അപ്ലൈ ചെയ്യുന്ന മെത്തേഡും അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ജെന്യുവിനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിൽ കിടക്കാം. അധികം നീട്ടി വലിച്ച് പറയുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ ഇത് ജോബ് ടൈറ്റിൽ വർക്ക് ഫ്രം ഹോം ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, ഇത് നവംബർ 12 മുന്നേ അപ്ലൈ ചെയ്യണം. കാരണം ഇതൊരു ലിങ്ക് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ നവംബർ 12 ആകുമ്പോൾ അത് ക്ലോസ് ആവും, പിന്നെ ലിങ്ക് അവൈലബിൾ ആയിരിക്കില്ല അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ മുന്നേ അപ്ലൈ ചെയ്യുക. ഓക്കെ, പിന്നെ അവർ നീട്ടുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ കിട്ടിയ വിവരം ഞാൻ നിങ്ങളോട് പറയാണ്. ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഹയറിംഗ് ഫോർ എ ഫ്ലെക്സിബിൾ വർക്ക് ഫ്രം ഹോം ജോബ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഇതായിവിടെ ഉണ്ട്, ഞാൻ റൗണ്ടാക്കി കാണിച്ചു തന്നു. ഇതിന് ജോബ് ടൈറ്റിൽ കസ്റ്റമർ അസോസിയേറ്റ് ആണ്. അപ്പോൾ ഇനി കസ്റ്റമർ അസോസിയേറ്റ് പ്രോഗ്രാം എന്താണ്? കസ്റ്റമർ അസോസിയേറ്റ് പ്രോഗ്രാം എംപവേഴ്സ് വുമൺ വിത്ത് എ ഫ്ലെക്സിബിൾ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ത്രീകൾക്ക് മാത്രമാണ് ഇപ്പോൾ അവരെടുക്കുന്നത്. ആ കമ്പനി അതെന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും നല്ല കമ്പനിയാണിത്. ഇന്ത്യയിലത്തെ നമ്പർ 1 കമ്പനിയാണ്. ഓക്കെ, ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ പ്രോഗ്രാം അവൈലബിൾ ഉള്ളൂ. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആണോ പെണ്ണെന്ന് സെലക്ട് ചെയ്യാം. പക്ഷേ പെണ്ണുങ്ങളെ മാത്രമേ ഇപ്പോൾ വിളിക്കുന്നുള്ളൂ അവരുടെ ആദ്യഘട്ടത്തിൽ. ഓക്കെ, ഇത് പിന്നെ എന്നുള്ളത്, ഇതിന് എന്താണ് വേണ്ടത്? നല്ലൊരു സ്മാർട്ട് ഫോൺ വേണം. നല്ലൊരു ഒഴിഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് കുറച്ച് നേരം ഇരിക്കാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ള എന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ തുടങ്ങാമെന്നാണ് പറയുന്നത്. നിങ്ങൾ യാത്ര തുടങ്ങാമെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എങ്ങനെ തുടങ്ങാൻ, എന്താ സ്ഥിതി? ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് നല്ല അടിപൊളി ട്രെയിനിങ് തരും. പിന്നെ ചില ടൂൾസുകൾ, എസെൻഷ്യൽ ടൂൾസ് ലൈക്ക് ചില ആപ്പുകളാണ്, അവരുടെ ലോഗിനും കാര്യങ്ങളായിരിക്കും തരിക. എന്നാലല്ലേ നിങ്ങളെ ട്രാക്ക് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങൾ ഇൻകം ഉണ്ടാക്കേണ്ടത് എന്നറിയാനും പറ്റും. ഓക്കെ, അപ്പോൾ ട്രെയിനിങ്ങിനെ പറ്റി പഠിക്കേണ്ട, അവർ തന്നെ ട്രെയിനിങ് തരും. ഇപ്പോൾ നിലവിൽ ഈ കമ്പനിയുടെ ആയിരക്കണക്കിന് തൗസൻഡ്സ് ഓഫ് കസ്റ്റമർ അസോസിയേറ്റ്സ് ഏൺ ഓവർ 15,000 പെർ മന്ത് ബൈ വർക്കിംഗ് 4 to 6 hours എ ഡേ ഫ്രം ഹോം. ഓക്കെ, അതായത് 4 മുതൽ 6 മണി വരെ 6 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവർ ഒരു 15,000 രൂപ വീട്ടിലിരുന്ന് സ്ത്രീകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഉണ്ടാക്കാൻ പറ്റും. ഇത് നിങ്ങൾ ഫുള്ള് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്? പ്രത്യേകം ശ്രദ്ധിക്കുക, വുമൺ ഫ്രീലാൻസർ വിത്ത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇംഗ്ലീഷ് അറിയണോ, ഹിന്ദി അറിയണോ? അങ്ങനെയല്ല. ഇത് നമ്മൾ മലയാളികളാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മലയാളമാണ് നമുക്ക് നന്നായിട്ട് അറിയേണ്ടത്. അതായത് റെസ്പെക്ട്ഫുൾ ആയിട്ട്, അധികം സ്മൂത്തായിട്ടും സോഫ്റ്റായിട്ടും ആൾക്കാരോട് സംസാരിക്കാനുള്ള കഴിവ് മെയിൻ. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കസ്റ്റമർ ഡെമോഗ്രാഫിക്സ്, അതായത് നമ്മളിപ്പോൾ ഓരോ പ്രദേശം, പിന്നെ ആളുകളെ നമ്മൾ രാവിലെ രാത്രി വിളിക്കുക, അതൊന്നും ഇല്ലാതെ കസ്റ്റമർ ഡെമോഗ്രാഫിക്. ഇപ്പോൾ സിറ്റിയിലാണെങ്കിൽ നമുക്ക് രാത്രി 9 മണിയാണെങ്കിൽ വിളിക്കാൻ പറ്റും. പക്ഷേ നേരെ മറിച്ചൊരു വില്ലേജ് ടൈപ്പ് ആണെങ്കിൽ നമുക്കൊരു 6 മണിയാകുമ്പോൾ നിർത്തേണ്ടി വരും വിളിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാവും നിങ്ങൾക്ക്. എബിലിറ്റി ടു സ്പീക്ക് ദി ലോക്കൽ ലാംഗ്വേജ്, അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മലയാളം നന്നായിട്ട് അറിയുന്നത്. വിൽ പ്രൊവൈഡ്, അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. വിൽ പ്രൊവൈഡ് കംപ്ലീറ്റ് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ഫോർ ദിസ് പ്രോഗ്രാം. അല്ലാതെ നിങ്ങളെ ഇപ്പോൾ ഇത് ചേർത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, ആളെ കൊണ്ടുവരില്ലെങ്കിൽ സംതിങ് ചെയ്തിട്ട് അങ്ങനെയല്ല. ഇത് ഫുൾ സപ്പോർട്ട് അവർ തരും. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ എത്ര സമ്പാദിക്കാൻ പറ്റും? യുവർ ഏർണിങ്സ് ഡിപ്പെൻഡ് ഓൺ നമ്പർ ഓഫ് കാൾസ് യു മേക്ക് ആൻഡ് ദ കൺവേർഷൻ പെർസെൻറ്റേജ് യു അച്ചീവ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മെയിനായിട്ട് ഫോൺ ചെയ്യുന്ന പണിയാണ്. എന്നിട്ട് ഫോൺ ചെയ്ത് എത്ര കൺവേർഷൻ, എത്ര കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ചില പ്രോഗ്രാം ഉണ്ടല്ലോ, ലെഫ്റ്റ് റൈറ്റ് ആളെ ചേർക്കുന്ന പ്രോഗ്രാം അല്ല ഇത്. ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു സെയിൽസ് പോലത്തെ ഒരു ഇതാണ്. ഓക്കെ, പിന്നെ ഓഫേഴ്സ് മൾട്ടിപ്പിൾ പ്രോഗ്രാം ഇൻക്ലൂഡിങ് ഡെയിലി ലീഡ് അലൊക്കേഷൻസ് ആൻഡ് ലീഡ്സ് ഫോർ എ ഫിക്സ്ഡ് പീരീഡ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ആൾക്കാരെ വിളിക്കാൻ നമുക്ക് ഇവിടെ നിന്ന് നമ്പർ കിട്ടുക, അതെല്ലാം അവർ പ്രൊവൈഡ്. അതായത് അവർ ഫിൽട്ടർ ചെയ്ത് അവരുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ നമ്പേഴ്സാണ് അവർ തരിക. അതിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. പിന്നെ നേരത്തെ ഇത് പറഞ്ഞതാണ്, ഒരു പ്രാവശ്യം എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്.
ടിപ്പിക്കലി അതായത് ഓരോരുത്തരും ഒരു 4 to 6 hours വരയ്ക്കുമ്പോൾ ഒരു 15,000 രൂപ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സുഖമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുക. വർക്ക് മോഡ് മെയിനായിട്ട് ഇത് വർക്ക് ഫ്രം ഹോം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിളിക്കുമ്പോൾ മീറ്റിംഗ് ട്രെയിനിങ് ഒക്കെ അവരുടെ ഓഫീസ് നിയറസ്റ്റ് ഓഫീസിൽ കൊണ്ടുവരും. അത് നിങ്ങൾ ഫുൾ വീഡിയോ കാണാം, അപ്പോൾ മനസ്സിലാവും. റിക്വയർസ് സ്മാർട്ട് ഫോൺ ആൻഡ് ക്വയറ്റ് വർക്ക്, അതാണ് വേണ്ടത് നമുക്ക്. നല്ലൊരു സ്മാർട്ട് ഫോണ്, അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോണ്, അതായത് വാട്സാപ്പും ടെലഗ്രാമും അങ്ങനത്തെ ചില ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉള്ള നല്ലൊരു സ്മാർട്ട് ഫോണും ഒഴിഞ്ഞ ഒരു സ്ഥലം, അതായത് റൂമിനടുത്തിരുന്ന് ചെയ്യാം. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്കേഷണലി യു മേ നീഡ് ടു വിസിറ്റ് യുവർ നിയറസ്റ്റ് ഓഫീസ് ഫോർ ട്രെയിനിങ് സെഷൻസ് ആൻഡ് എൻഗേജ്മെൻറ്റ് ഈവൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഇത് പോകുമ്പോൾ നിങ്ങൾക്ക് ചില ട്രെയിനിങ് ചില മാറ്റങ്ങൾ വരുമ്പോൾ അത് എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു തരാനുള്ള കാര്യങ്ങൾ കമ്പനി ചെയ്യും. അപ്പോൾ അതിന് അവരുടെ ഓഫീസിൽ പോകണം. അതല്ലാത്ത സമയത്ത് നിങ്ങളുടെ വർക്ക് നിങ്ങൾ ചെയ്യുന്നത് മെയിനായിട്ടും നിങ്ങൾ വീട്ടിലിരുന്നിട്ട് തന്നെയാണ്, അതിന് നോ ഡൗട്ട്. ഓക്കെ, പിന്നെ മെയിനായിട്ട് ഇത് സ്ത്രീകൾക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നോ ഫിക്സ്ഡ് വർക്കിംഗ് അവേഴ്സ്. അതായത് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണെന്ന് ഞാൻ വിചാരിച്ചിട്ട് 9 to 5:30 കമ്പ്യൂട്ടറിന് മുന്നിലായിരിക്കണം, അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിലാണ്. അങ്ങനെയല്ല, നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്നത്, എന്നാൽ കസ്റ്റമേഴ്സ് ഉപദ്രവമില്ലാത്ത സമയത്ത് 1 മണിക്കൂർ ചെയ്തു, എന്നിട്ട് നമുക്ക് 2-3 മണിക്കൂർ വേറൊരു പണിയുണ്ട്, അല്ലെങ്കിൽ വേറെ സംതിങ് ഒരു പ്രോഗ്രാമുണ്ട്, ഫംഗ്ഷൻ ഉണ്ട്, അങ്ങോട്ട് പോയി അതിനുശേഷം വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യാം. ഓക്കെ, അതാണ് നോ ഫിക്സ്ഡ് വർക്കിംഗ് അവേഴ്സ്. പിന്നെ യു ക്യാൻ വർക്ക് അറ്റ് യുവർ കൺവീനിയൻസ്, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അപ്ലൈ ചെയ്യാം. ഹൗ ടു അപ്ലൈ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ വരില്ല, അത് ഞാൻ നിങ്ങൾക്ക് ഇനി അടുത്ത സെഷനിൽ കാണിച്ചു തരാം ഇതിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ ഇതിൽ സെലക്ഷൻ എങ്ങനെയാണ്? രജിസ്ട്രേഷൻ, ഒരു ലിങ്ക് ഉണ്ട്, ലിങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക, പിൻകോഡ് കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അത് മെയിൻ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ ചെറിയതായിട്ടൊരു ഓൺലൈൻ അസസ്മെൻറ്റ് ടെസ്റ്റ്, അത് നിങ്ങളുടെ ഫോണിലേക്ക് തന്നെ വരിക, അല്ലാണ്ട് അതിനും ലാപ്ടോപ്പും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ അതൊക്കെ സിമ്പിൾ ടെസ്റ്റാണ്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ഷനായി ട്രെയിനിങ് സെഷൻ, പിന്നെ ജോബ് സ്റ്റാർട്ടായി. 5 ലാസ്റ്റ് സ്റ്റാർട്ട് കാളിംഗ് ലീഡ്സ്, മാക്സിമൈസ് കൺവേർഷൻ ആൻഡ് ബൂസ്റ്റ് യുവർ ഏർണിങ്സ്. ഓക്കെ, ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതാ കമ്പനി എങ്ങനെയെന്നുള്ളത് ഇതിന് അടുത്ത ഇതിൽ പറയുന്നുണ്ട്, വെയിറ്റ് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഉഡായിപ്പ് വർക്ക് ഫ്രം ഹോം അല്ല, ആൾക്കാരെ പറ്റിക്കുന്ന വർക്ക് ഫ്രം ഹോം അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് ഇവരുടെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കിൽ ഞാൻ അമർത്തിയിരിക്കുകയാണ്. അപ്പോൾ വന്നതാണ് ഇത്. ഞാൻ ലിങ്കെല്ലാം നിങ്ങൾക്ക് തരും, നിങ്ങളിത് ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് വന്നിട്ട് ഇതാ ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇത് റിലയൻസ് ജിയോൻ്റെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ജിയോ എന്ന് പറയുന്ന ടെലികോം കമ്പനിയിലേക്കുള്ളതാണ്. ഓക്കെ, ജിയോ എന്ന് പറയുന്ന മൊബൈൽ, ഐഡിയ, എയർടെൽ, ജിയോ ആണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആൾക്കാർ, അതിലേക്കുള്ള വേക്കൻസിയാണിത്. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇത് എംപവറിങ് വിമൻ എന്നിവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇത് ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ കമ്പനി മനസ്സിലായില്ലേ, റിലയൻസ് ജിയോയിലാണ്. അപ്പോൾ ജിയോന്റെ അടുത്ത ഓഫീസ് എവിടെ വെച്ചാൽ അവിടെ നിങ്ങൾ ട്രെയിനിങ്ങിന് പോകേണ്ടി വരും. അത് ആലോചിക്കുക. അടുത്തതായിട്ട് വാട്ട് ഈസ് ജിയോ കസ്റ്റമർ അസോസിയേറ്റ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ജിയോ കസ്റ്റമർ അസോസിയേറ്റ് പ്രോഗ്രാം എംപവേഴ്സ് വുമൺ വിത്ത് എ ഫ്ലെക്സിബിൾ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി വിത്ത് ജസ്റ്റ് എ സ്മാർട്ട് ഫോൺ, എ ക്വയറ്റ് സ്പേസ് ആൻഡ് വില്ലിംഗ്നെസ് ടു ലേൺ. അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവരൊന്നും കൂടി പറയാണ്. തൗസൻഡ്സ് ഓഫ് ജിയോ കസ്റ്റമർ അസോസിയേറ്റ്സ് ഏൺ 15,000 മന്ത് ബൈ വർക്കിംഗ് ജസ്റ്റ് 4 to 6 hours. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 8 hours വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ഉണ്ടാക്കാം, 28,000 വരെ ഉണ്ടാക്കാൻ പറ്റും. അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് 2 hour വർക്ക് ചെയ്യുമ്പോഴാണ്, ഇവിടെ അമർത്തി, ഇത് 2 hour വർക്ക് ചെയ്യുമ്പോഴതാണ് 7,000. ഒരു മാസം 2 hour, ഒരു ദിവസം 2 hour, ഒരു മാസം വർക്ക് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ് മന്ത്ലി ഏണിംഗ് ആണ് കേട്ടോ. ഓക്കെ, അല്ലാണ്ട് ഒരു 2 hour പണിക്കും, ഒരു 2 hour ഒരു മാസം 2 hour പണിക്കുമ്പോൾ അപ്പോൾ അത് എന്താ ചെയ്യുക, കൂട്ടുക. 3 hour ആകുമ്പോൾ 14, 4 ആകുമ്പോൾ 21, 8 ആകുമ്പോൾ 28. അതാണ് 8 hour പണിക്കുമ്പോൾ 28. അതാണ് ഒരു 8 hour ഒക്കെ ഒരാൾക്ക് പണിക്കാൻ പറ്റും. ഒരാൾക്ക് 10 hour പണിക്കാം, കാരണം ഈ ഫോൺ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഒരു 3-4-5 മണിക്കൂർ തന്നെയാണ് അത് സാധിക്കുള്ളൂ ആൾക്കാർക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി നമുക്ക് അടുത്തായി നോക്കാനുള്ളത്, അപ്പോൾ ഇത് എങ്ങനെ ഇത് ജോയിൻ ചെയ്യാൻ പറ്റുക. ഇത് ഫസ്റ്റ് വന്നിട്ട് രജിസ്റ്റർ ചെയ്യുക, ഇത് അവിടെ എത്തുന്നു, രജിസ്റ്റർ ചെയ്യുക. പിന്നെ ടേക്ക് എ ഓൺലൈൻ ടെസ്റ്റ്, വെരിഫൈ ഡോക്യുമെന്റ്സ്, ഇൻ ഡെപ്ത് ലേണിംഗ്, അത് അവർ തരും. നിങ്ങളൊന്നും ചെയ്യേണ്ട, അവിടെ പോയാൽ മതി, അവർ നിങ്ങളെ പഠിപ്പിച്ചു തരും. പിന്നെ ഗെറ്റ് സെറ്റ് ഏൺ. ഓക്കെ, സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ, അതാണ് അവർ ചോദിക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാതെ റിലയൻസ് ജിയോൻ്റെ ആണ് ഈ ഓപ്പർച്യൂണിറ്റി. നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അത്യാവശ്യം നന്നായിട്ട് മലയാളം സംസാരിക്കാനും, പിന്നെ സ്ത്രീകൾ, ക്വാളിഫിക്കേഷൻ ഇതൊരു പ്രശ്നമല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്നമല്ല. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ലിങ്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ ജോയിൻ ദ പ്രോഗ്രാം എന്നുള്ള ഈ ഇതിവിടെ ഉണ്ടല്ലോ, ഈ കാണുന്നത്, ഇതിൽ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളെ ഒരു
വേറൊരു ഇതിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ഇവിടെ തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പം ഞാൻ അമർത്തിയിട്ടുണ്ട് ക്യാൻസൽ. ഓക്കെ. അപ്പോൾ നോക്കൂ, ഇവിടെ ഇതാ ഈ അപ്ലൈ നൗ എന്നുള്ള ഇതുണ്ടല്ലോ. ഈ അപ്ലൈ നൗവിൻ്റെ ഇവിടെ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിലേക്ക് പോയത് ഇവിടെ അപ്ലൈ നൗ, ഇവിടെ മറ്റേതൊരു വാട്സാപ്പ് ഇതിലേക്കാണ് പോകുന്നത്, അതാണ് ഞാൻ മാറിയത്. ഓക്കെ, അപ്പോൾ ഈ അപ്ലൈ നൗവിൽ നിങ്ങൾ അമർത്തി കഴിഞ്ഞാൽ ഒരു സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള, അതാണ് മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയണം. ഇവിടെ ഇതാ നെയിം കൊടുക്കുന്നു, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു, സെലക്ട് ജെൻഡർ, അവിടെ മെയിൽ ഫീമെയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മെയിൽ ആൾക്കാർ അപ്ലൈ ചെയ്യാൻ അവരെ വിളിക്കില്ല, ഇപ്പോൾ ഫീമെയിൽ ആൾക്കാരെ വിളിക്കുള്ളൂ. ഇപ്പോൾ സ്റ്റേറ്റ് സെലക്ട് ഓക്കുപേഷൻ. അപ്പോൾ നോക്കൂ, ഇവിടെ ഒരുവിധം എല്ലാവരും ഹൗസ് വൈഫ് ആയിരിക്കുമല്ലോ, അപ്പോൾ ഇത് കൊടുത്താൽ മതി, ഹൗസ് വൈഫ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പിൻകോഡ് കൊടുക്കുന്നു. പിൻകോഡ് വളരെ ഇതാണ്, ഈ കോഡ് കൊടുക്കും, സബ്മിറ്റ് ചെയ്യുന്നു. അവർ നിങ്ങളെ സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് നിങ്ങളെ വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറയും. അപ്പോൾ നിങ്ങളെ സംസാരിച്ചവർ ഓക്കെ ആണെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ്, അത് കഴിഞ്ഞ് ട്രെയിനിങ്, അത് കഴിഞ്ഞാൽ ജോബ് സ്റ്റാർട്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരാൻ തുടങ്ങും ബേസ്ഡ് ഓൺ യുവർ പെർഫോമൻസ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മെയിനായിട്ട് എന്ന് വെച്ചാൽ നന്നായി സംസാരിക്കുക, സോഫ്റ്റായി സംസാരിക്കുക. കസ്റ്റമറോട് ചിലപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അവർ മീറ്റിങ്ങിലായിരിക്കും, അപ്പോൾ അവർ ചൂടാവുക, ഓക്കെ പിന്നെ വിളിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഫിനിഷ് ചെയ്ത്, അങ്ങനെ അതിലാണ് നമ്മുടെ വിജയം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ വേറെന്ന് പറയാനുള്ളത്, ഇത് നിങ്ങൾ എന്തായാലും ഇപ്പോൾ അത് ആണുങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത് വെച്ചാൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന, ഈ അവസരം ഉപയോഗിക്കാൻ പറ്റുന്ന പെണ്ണുങ്ങളുണ്ടായിരിക്കും വീട്ടിൽ, അല്ലെങ്കിൽ അയൽവക്കത്ത്, അല്ല നിങ്ങളുടെ ഗ്രൂപ്പിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെങ്കിലും ഇത് ഉപയോഗപ്പെടും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നത്, കമ്പനി റിലയൻസ് ജിയോ ആണ്. ഇതവിടെ ജിയോൻ്റെയാണ്, അവരുടെ ഈ ഇതുണ്ട് ജിയോ.com JCA. ഓക്കെ, ഇതാണിത്. അല്ലാണ്ട് ഇത് ഉഡായിപ്പ് വർക്ക് ഫ്രം ഹോം അല്ല. ഞാൻ ഒന്നുകൂടി പറയാണ്, ഞാൻ എൻ്റെ ഈ ചാനലിൽ അങ്ങനത്തെ ഉഡായിപ്പായിട്ടുള്ള വർക്ക് ഫ്രം ഹോം ഒന്നും ഇടലില്ല. നോക്കിയതിന് ശേഷം ഞാൻ എത്രയോ നോക്കലുണ്ട്, നോക്കി അത് ഒഴിവാക്കി ഇപ്പോഴാണ് കറക്റ്റായി കിട്ടിയത്. ഓക്കെ, താങ്ക് യു.